എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ടുള്ള എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. പൊട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പം ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. ഇതിലേക്ക് ഞാൻ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് അളവിൽ ബസ്മതി റൈസ് 3-4 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ അളവിൽ നെയ്യോ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി എഗ് റൈസിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ബീൻസ് ഉണ്ട്, 1 സവോള. ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഒക്കെയാണ് എടുത്തേക്കുന്നത്. ക്യാബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മാത്രം മതി. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് വെച്ചിട്ടോ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഒരുപാട് സ്പൈസി ആവണ്ട. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നടുക്കായിട്ട് ഈ ഒരു സ്പേസ് ഉണ്ടാക്കാം. ഇതിലോട്ട് നമുക്ക് മുട്ട ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ 1 കപ്പ് അളവിൽ റൈസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 മുട്ടയൊക്കെ മതിയാവും. ഇനി മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചിക്കിയെടുക്കാം. മുട്ട ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് ചിക്കി എടുക്കാതെ ആദ്യം മുട്ടേനെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. അതിനുശേഷം വെജിറ്റബിൾസ് കൂടെ ചേർത്ത് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ ഒരുപാട് ഡ്രൈ ആകുന്ന വരെ മിക്സ് ചെയ്യേണ്ട. ഈ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമല്ലോ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്കിതിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ എഗ്ഗിൻ്റെ ആ ഒരു മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കറി എന്തെങ്കിലും വേണമെന്നൊന്നുമില്ല, ഒരു ചെറിയ സാലഡോ പപ്പടോ മാത്രം മതി. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് പെട്ടെന്ന് തന്നെ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്